നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. താരങ്ങളോടുള്ള സ്നേഹത്തിന്റെ ഒരു പങ്ക് അവരുടെ മക്കൾക്കും ലഭിക്കുന്നത് സ്വാഭാവികമാണ്. അച്ഛന്റെയും അമ്മയുടെയും ഒക്കെ പാത പിന്തുടർന്ന് അവർ സിനിമയിലേക്ക് എത്തിയാൽ ആ സ്നേഹം ഇരട്ടിയാകും. ഇങ്ങനെ സിനിമയിലേക്ക് എത്തിയ താരങ്ങൾ മലയാള സിനിമയിൽ ഒരുപാടുണ്ട്. അതേസമയം ഇനിയും സിനിമയിലേക്ക് എത്താത്ത ചിലരുമുണ്ട്. അതിൽ ഇന്നല്ലെങ്കിൽ നാളെ സിനിമയിൽ എത്തും എന്ന പ്രതീക്ഷയുടെ ആരാധകർ കാത്തിരിക്കുന്ന ഒരു താരപുത്രിയാണ് ദിലീപ് മഞ്ജു വാര്യർ ദമ്പതികളുടെ മകൾ മീനാക്ഷി ദിലീപ്. അച്ഛനും അമ്മയ്ക്കും ഉള്ളതുപോലെ തന്നെ ആരാധകർ മീനാക്ഷിക്കുമുണ്ട്. ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു താരപുത്രിയുടെ ബിരുദദാന ചടങ്ങ്. മകൾ ഡോക്ടറായതിന്റെ വീഡിയോകളും ചിത്രങ്ങളും എല്ലാം ദിലീപും കാവ്യയും സന്തോഷത്തോടെ പങ്കുവച്ചിരുന്നു. മാത്രമല്ല, ചെന്നൈയിലെ ശ്രീ രാമചന്ദ്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് എന്ന സ്ഥാപനത്തിൽ നിന്നാണ് മീനാക്ഷി MBBS പഠിച്ചത്. പിന്നാലെ ഈ സ്ഥാപനത്തെക്കുറിച്ചും ഇവിടുത്തെ പഠന ചെലവുകളെക്കുറിച്ചും എല്ലാം സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ നടന്നിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ ഇതേക്കുറിച്ച് പറയുന്ന ഡാക്സ് എന്ന യൂട്യൂബ് ചാനലിലെ ഒരു വീഡിയോ ആണ് വൈറലായി മാറുന്നത്. ഈ വീഡിയോയിൽ പറയുന്നത് പ്രകാരം വൻ തുക തന്നെയാണ് പഠിച്ചിറങ്ങാൻ ആവശ്യമായിട്ട് വരുന്നത്. ഞെട്ടിക്കുന്ന ഒരു ഫീസാണ് പ്രതിവർഷം അടയ്ക്കേണ്ടി വരുന്നതൊക്കെയാണ് പുറത്തു വരുന്ന കണക്കുകൾ. ഒരു റേഡിയോളജിസ്റ്റ് ആകണമെങ്കിൽ വലിയ മാർക്കൊന്നും വേണ്ട, പക്ഷേ 1.5 കോടി രൂപ ഉണ്ടെങ്കിൽ ഒരു റേഡിയോളജി എടുക്കാമെന്നൊക്കെയാണ് വീഡിയോയിൽ യുവാവ് പറയുന്നത്. മീനാക്ഷി റേഡിയോളജിക്ക് കയറാനാണ് സാധ്യത കൂടുതലെന്നും വീഡിയോയിലെ യുവാവ് പറയുന്നു. നല്ല സ്വാധീനവും പൈസയ്ക്ക് പ്രശ്നമില്ലാത്തത് കൊണ്ടും അവിടെ കയറാൻ തന്നെയാണ് സാധ്യത. കഴിഞ്ഞ തവണ നീറ്റിന്റെ 720 മാർക്കിൽ 0 വാങ്ങിച്ച ആൾക്കാർ വരെ മാനേജ്മെന്റ് കോട്ടയിൽ കയറി റേഡിയോളജി വരെ എടുത്തിട്ടുണ്ട്. പലർക്കും ഇത് അറിയില്ല. കൂടാതെ ഇത്രയും വലിയ കോടികൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് എന്താണ് ഉപയോഗം? ഇതിൽ നിന്നും തിരിച്ചൊന്നും കിട്ടാനില്ല. കേരളത്തിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ മാസം 45 to 50 ഒക്കെയാണ് മാക്സിമം സാലറി കിട്ടുക. അതും ഗവൺമെന്റിലാണെങ്കിൽ. പ്രൈവറ്റിലാണെങ്കിൽ 60 to 65 കിട്ടും. ഡൽഹിയിലോ മറ്റോ പോയി കഴിഞ്ഞാൽ 1,20,000 രൂപയൊക്കെ കിട്ടുന്നുമുണ്ട്. അത്യാവശ്യം കാശൊക്കെ ഉണ്ടെങ്കിൽ ഒരു MBBS കൊണ്ട് ഉപയോഗമുണ്ട്. മെഡിസിൻ എടുത്ത ശേഷം സ്വന്തമായി ക്ലിനിക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഉപയോഗമുണ്ട്. ഈ ഒരു വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ യുവാവിനെതിരെ കടുത്ത ഒരു ആക്രമണമായിരുന്നു ഉണ്ടായത്. അതിന് പിന്നാലെ വീഡിയോയ്ക്ക് കൂടുതൽ വ്യക്തത വരുത്തിക്കൊണ്ട് യുവാവ് വീണ്ടും രംഗത്തെത്തിയിരുന്നു. മീനാക്ഷി ദിലീപ് നീറ്റ് എക്സാമിൽ 167ാമത്തെ റാങ്കാണ് നേടിയത്. മാത്രമല്ല, NRI കോട്ടയിലാണ് കോളേജിൽ പ്രവേശനവും. അതെങ്ങനെ നേടിയെന്ന് അറിയില്ല. ചിലപ്പോൾ പുറത്തുള്ള ഏതെങ്കിലും സ്പോൺസേഴ്സ് ഉണ്ടെങ്കിലൊക്കെ അങ്ങനെയൊക്കെ അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല, NRI കോട്ടയുടെ ഫീസാണ് ഏറെ ഞെട്ടിച്ച ഒരു കാര്യം. ടോട്ടൽ ഫീസ്, അതായത് ഒരു MBBS പഠിച്ച് കഴിഞ്ഞ് കോളേജിൽ നിന്നും പുറത്തിറങ്ങണമെങ്കിൽ, അതും NRI കോട്ടയിലാണ് കയറുന്നതെങ്കിൽ ഫീസ് വരുന്നത് $2,20,000 ആണ്. അതായത് INR എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, അതായത് ഇന്ത്യൻ മണിയായിട്ട് എടുത്ത് നോക്കിയാൽ ഏതാണ്ട് 2 കോടിയോടടുത്ത് തന്നെ വരും. അപ്പോൾ ഇത്രയും കാശ് ചിലവാക്കിയാണ് ദിലീപ് തൻ്റെ മകളെ ഡോക്ടറാക്കിയിരിക്കുന്നത്. തെളിവുകൾ സഹിതം പുറത്തുവിട്ടുകൊണ്ടാണ് യുവാവ് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. ഈ വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ ഇൻസ്റ്റാഗ്രാം ഉൾപ്പെടെ യുവാവിന് തെറിയ അഭിഷേകം മാത്രമല്ല ഭീഷണി, കൊലപ്പെടുത്തും, അങ്ങനെ കൈവെട്ടും കാൽവെട്ടും അങ്ങനെയുള്ള നിരവധി ഭീഷണികളും വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് തെളിവുകൾ സഹിതം പുറത്തുവിട്ടുകൊണ്ട് രണ്ടാമതൊരു വീഡിയോ കൂടി യുവാവ് പുറത്തുവിട്ടിരിക്കുന്നത്. എന്തായാലും ഇതിന് എന്തെങ്കിലും ഒരു മറുപടിയായിട്ട് ദിലീപ് തന്നെ പുറത്തു വരും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. കാരണം ഇതൊരു വലിയൊരു ചർച്ചയായി മാറിയിരിക്കുകയാണ്. ആരാധകർ സോഷ്യൽ മീഡിയ ഒന്നടക്കം ഏറ്റെടുത്തിരിക്കുന്ന ഒരു വാർത്തയായി മാറിയിരിക്കുകയാണ്. You're watching me and you're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.